കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവെ, അങ്ങേക്ക് മഹത്വം. അധ്യായം 12, 46 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിൻ്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരർ? തൻ്റെ ശിഷ്യന്മാരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിചയമുള്ളൊരു കാര്യമാണ്. നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം കാലഹരണപ്പെട്ടെന്ന് തോന്നുന്നു, അടിമ വെക്കുന്ന സമ്പ്രദായം. പിള്ളേരെ കൊണ്ടുപോയി ദേവാലയത്തിൽ കൊണ്ടുപോയി പരിശുദ്ധ കന്യാമറിയത്തിന് അല്ലെങ്കിൽ വിശുദ്ധർക്ക് അടിമ വെക്കുന്ന ആ ഒരു സമ്പ്രദായം. ഏതാണ്ട് ഈ ഒരു കാര്യമാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ജോക്കിം അന്ന ദമ്പതിമാർ, നമുക്കറിയാം, അവർ വിവാഹിതരെങ്കിലും മക്കളില്ലാതിരുന്നവരാണ്. കുറേ കാലം കഴിഞ്ഞാണ് അവർക്ക് കുഞ്ഞുണ്ടായത്. അപ്പോൾ ആ സമയത്ത് അവർ പ്രാർത്ഥിച്ചും നേർച്ച നേർന്നും അങ്ങനെ ലഭിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യാമറിയം. ഒരു 3 വയസ്സ് പ്രായമുള്ളപ്പോൾ ദേവാലയത്തിൽ കൊണ്ടയാക്കി അവിടെ ദേവാലയ ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. 1 സാമുവേൽ 3-ാം അധ്യായം വായിക്കുമ്പോൾ സാമുവേൽ അവിടെ പുരോഹിതനായ ഏലിയുടെ കീഴിൽ ശുശ്രൂഷ ചെയ്ത് ദേവാലയത്തിൽ വസിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട വ്യക്തിയായിട്ട് നന്നേ ചെറുപ്പത്തിലെ വളർന്നു വന്ന പരിശുദ്ധ കന്യകാമറിയം, ആ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നന്മകൾ, നേട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. റോമാലേഖനം 6-ാം അധ്യായം 16-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഒന്നുകിൽ യേശുവിൻ്റെ അടിമ, അതിന് അനുസരണം വളരെ ആവശ്യമാണ്. ദൈവത്തെ അനുസരിച്ച് യേശുവിൻ്റെ അടിമയായി ജീവിക്കാൻ നമുക്ക് പറ്റും. അല്ലെങ്കിൽ പാപത്തിൻ്റെ അടിമ. ഇത് രണ്ടിനും സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. പാപസുഖമാണ് നമ്മൾ തേടിപ്പോകുന്നത് എങ്കിൽ പാപത്തിൻ്റെ അടിമയാവും. യോഹന്നാൻ്റെ സുവിശേഷം 8:34 നമ്മൾ വായിക്കുന്നൊരു കാര്യം അതാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമയ്ക്ക് സ്വാതന്ത്ര്യമില്ല. അടിമയിൽ ദൈവം വസിക്കുന്ന അനുഭവം ഉണ്ടാകത്തില്ല. മറിച്ച് നമ്മൾ ദൈവത്തിൽ വസിക്കുകയും ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വസിക്കുകയും ചെയ്യുമ്പോൾ നിത്യജീവന് പോലും നമുക്ക് അതിലൂടെ അർഹത ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യോഹന്നാൻ 5:24 വചനത്തിൻ്റെ കാതലായ സന്ദേശം അതാണ്. പറയുന്നുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എടുക്കേണ്ടതുപോലെ എടുക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മെ വലിയ നേട്ടത്തിലേക്ക് നയിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. അബ്രാഹത്തിന് കുഞ്ഞുണ്ടായത് എപ്പോഴാണെന്ന് നമുക്കറിയാം. അബ്രാഹത്തിന് 100 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. ഇസഹാക്ക് കല്യാണം കഴിച്ച ഉടനെ പിള്ളേരൊന്നും ഉണ്ടായില്ല. ഇസഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഒരു കുഞ്ഞിന് വേണ്ടി ചോദിച്ചു 2 പിള്ളേർ, ഇരട്ട പിള്ളേരുണ്ടായത്. ഇവരെല്ലാം ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നപ്പോൾ അതിനെ എടുക്കേണ്ടതുപോലെ എടുത്തവരാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു സൽഫലം അവർക്കുണ്ടായ കുഞ്ഞുങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇവരെല്ലാം, ഈ കുഞ്ഞുങ്ങളൊക്കെ അസാധാരണമായിട്ടുള്ളൊരു സമ്മാനമായിട്ട് ദൈവത്തിൽ നിന്നും ലഭിച്ചതാണ് എന്നത് അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ, ഇപ്പോഴത്തെ നമ്മുടെ മാർപ്പാപ്പ, അദ്ദേഹം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ജീവിതത്തിൽ തടസ്സങ്ങൾ വരും.
തടസ്സങ്ങളെ അവസരമാക്കാൻ പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള നേട്ടം ഉണ്ടാകും. അതേത് മേഖലയിലാണേലും ഒരു തടസ്സം വരുമ്പോൾ അതിനെ എടുക്കേണ്ടതുപോലെ എടുക്കാൻ സാധിച്ചാൽ, അത് നമ്മെ കൂടുതൽ പ്രാർത്ഥനയിലേക്കൊക്കെ നയിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന അനുഭവം ഉണ്ടാവും. വിലാപങ്ങൾ 3-ാം അധ്യായം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ചെത്തിയെടുത്ത കല്ലുകൊണ്ടെന്നതുപോലെ ദൈവം അവരുടെ വഴി അടച്ചു. അപ്പോൾ അവർ ചെയ്തൊരു കാര്യം, ഒരു കണ്ണീരോടെ പ്രാർത്ഥിച്ചു, അനുദപിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അവരുടെ വഴി തുറന്നു, വീണ്ടും അവരെ ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പറയുന്നുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ നമുക്കും വലിയ സമ്മാനം ലഭിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. ഈ അമ്മയുടെ ജീവിതം, ഈ അമ്മയുടെ മാധ്യസ്ഥം എത്രമാത്രം നമുക്ക് സഹായകരമാണ് എന്നുള്ളത് ഇതിനോടകം നമ്മൾ അനുഭവിച്ചിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അമ്മയെപ്പോലെ നമുക്ക് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ പ്രതിഷ്ഠിച്ച് ജീവിക്കാനായിട്ട് സാധിക്കണം. ഇന്നത്തെ ആദ്യ വായനയിൽ അതിനാവശ്യമായിട്ടുള്ളൊരു കാര്യം നമ്മൾ കേൾക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടതാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുക. ചിലർക്ക് പള്ളിയിൽ പോയാൽ പോലും നിശബ്ദത വലിയ പാടാണ്. അപ്പോൾ പിന്നെ അവർ വീട്ടിൽ ഇരുന്ന് നിശബ്ദതയിൽ പ്രാർത്ഥിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. നിശബ്ദത ദൈവസന്നിധിയിൽ വരുമ്പോൾ ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർക്ക് അങ്ങനെയൊരു ശാന്തത, സ്വസ്ഥത അവരുടെ മനസ്സിൽ ഉണ്ടാകണം. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബാഹ്യമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ സംസാരങ്ങൾ ഒഴിവാക്കിയും അങ്ങനെ പോവുക. ഇപ്പോൾ പലർക്കും പറ്റുന്നത് പള്ളിയിൽ പോയാലും ദൈവാനുഭവം എന്നതിനേക്കാൾ സോഷ്യലൈസേഷനാണ്. അതല്ല, സോഷ്യലൈസേഷൻ നടത്തുന്നതിൽ ഒരു തെറ്റില്ല, അത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് പള്ളിയിൽ പോകുന്ന ഒരു ദൈവാനുഭവത്തിന് വേണ്ടിയാണ്. അതിന് പ്രാധാന്യം കൽപ്പിച്ച് അതനുസരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റണം. എനിക്കറിയാം, ചിലർ ഒരു കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ ഫോൺ പോലും വീട്ടിൽ വെച്ചിട്ടേ പോരത്തുള്ളൂ. അതല്ലെങ്കിൽ വണ്ടിയിൽ വരുമ്പോഴത്തേക്ക് ഉപയോഗിക്കാനാണെങ്കിൽ ഉപയോഗിക്കും, അതിലിട്ടിട്ട് പോരും. അതല്ലേ കുർബാനയ്ക്ക് കയറുന്നതിന് മുമ്പ് സ്വിച്ച് ഓഫ് ചെയ്യും. ഈ കുർബാന തീരുന്നിടം വരെ എന്തെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞാലും അതെനിക്കറിയണ്ട, എനിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കണം. ചില ഞാൻ കണ്ടിട്ടുണ്ട്, കുർബാനയുടെ ഇടയ്ക്കാണേലും ആ ഫോണ് കിരികിരാന്ന് വെച്ചാൽ മതി, ഉടനെ അത് എടുത്തുകൊണ്ട് ഒരൊറ്റ ഓട്ടം. അപ്പം അങ്ങനെയുള്ളവർ വിശുദ്ധ ബലിയർപ്പണത്തിന് എന്തുമാത്രം വില കൽപ്പിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, ഒരു മനുഷ്യൻ പുള്ളി പറഞ്ഞത്, ഞാനിടയ്ക്കൊക്കെ 1-2 ദിവസമൊക്കെ ഫോൺ തൊടത്തില്ല. എന്തു വന്നാലും എന്നാ വരാൻ പോകുന്നത്? അങ്ങനെ ഞാൻ ആ ദിവസം നിശബ്ദതയിൽ, ശാന്തതയിൽ ദൈവസ്വരം കേൾക്കാനും ദൈവത്തോട് സംസാരിക്കാനും ആ സമയം ഞാൻ പ്രയോജനപ്പെടുത്തും. അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അതിൻ്റേതായിട്ടുള്ള നന്മകളും നേട്ടങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തിനും ഏതിനും ഒരു സമയമുണ്ടാകണം. ആ സമയത്ത് അതിനായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആത്മീയ വളർച്ച പ്രാപിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ആദ്യ വായനയുടെ കാതലായ സന്ദേശം. നമ്മൾ കാണുന്നുണ്ടല്ലോ, സങ്കീർത്തനം 46:10 പറഞ്ഞിരിക്കുന്നത്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. അത് രാവിലെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഏറ്റുമാനൂരിലൂടെ പോകുന്ന ട്രെയിനിൻ്റെ ശബ്ദം. പക്ഷേ പകലതൊന്നും കേൾക്കാറില്ല. എന്തുകൊണ്ടാണ്? പകലയിലെ ട്രെയിൻ പോകാഞ്ഞിട്ടാണ്. ട്രെയിനൊക്കെ പോകുന്നുണ്ടായിരിക്കാം, പക്ഷേ മറ്റു പല ശബ്ദങ്ങൾ കാരണം നമുക്ക് ഈ സ്വരം കേൾക്കാൻ പറ്റാതെ പോകുന്ന. അതുകൊണ്ടാണ് വചനം പറയുക, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഈ ഒരു കാര്യം, ശാന്തത, വളരെ റിഫ്ലക്റ്റീവായിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. അവളെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നത്, കേട്ട കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു, ഗാഠമായിട്ട് അവയെക്കുറിച്ച് ചിന്തിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് നിരന്തരമായിട്ടുള്ള ഒരു ധ്യാന ജീവിതമായിരുന്നു എന്നുള്ളത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെയൊക്കെ ഒരംശമെങ്കിലും ഏറ്റെടുത്ത് ഒരു സമർപ്പണ ജീവിതം നടത്തേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ബോധ്യത്തോടുകൂടി അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കതിനായിട്ട് തേടുകയും ചെയ്യാം.